ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കാം. Whenever the magnetic flux linked with a circuit changes, an EMF is induced in the circuit. ഒരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ സർക്യൂട്ടിൽ ഒരു EMF അല്ലെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവുന്നു. ഈ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? EMF ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ബേസിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻ്റ്. ഇവിടെ ഒരു കോയിലുണ്ട്. ഒരു കോയിൽ ഗാൽവനോമീറ്റർ G ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മാഗ്നറ്റ് NS എന്ന് പറയുന്നത് കാണാം. നോക്കുക. When the magnet is entered to the coil or taken away from the coil, there will be deflection in the galvanometer. ആ മാഗ്നറ്റ് കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്തും അതിൽ നിന്ന് എടുക്കുന്ന സമയത്തും ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതിന് മാഗ്നറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഫ്ലക്സിൽ ചേഞ്ച് സംഭവിച്ചു. അതുപോലെ തന്നെ മാഗ്നറ്റ് റിലീസ് ചെയ്യുന്ന സമയത്തും ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കും. എപ്പോഴൊക്കെയാണോ ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കുന്നത് അപ്പോഴെല്ലാം എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് കോയിൽ എക്സ്പെരിമെൻ്റ്. അപ്പോൾ ഒരു കോയിൽ ഗാൽവനോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കോയിൽ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഒരു ബാറ്ററി ആയിട്ടും കീ ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. While pressing or releasing the key, there will be deflection in the galvanometer. Key press ചെയ്യുന്ന സമയത്തും റിലീസ് ചെയ്യുന്ന സമയത്തും ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ EMF ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫസ്റ്റ് ലോ നോക്കാം. Whenever the magnetic flux linked with a circuit changes, an EMF is induced in the circuit. എപ്പോഴൊക്കെയാണോ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കുന്നത് അപ്പോഴൊക്കെ ആ സർക്യൂട്ടിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ ഇൻഡ്യൂസ്ഡ് EMF ലാസ്റ്റ് ആസ് ലോങ് ആസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ചേഞ്ചിങ്. ഇൻഡ്യൂസ്ഡ് EMF നിലനിൽക്കുന്നത് എത്ര സമയത്തേക്ക് മാത്രമാണ്? ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കുന്ന സമയത്തേക്ക് മാത്രമാണ്. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ. Whenever the magnetic flux linked with a circuit changes, an EMF is induced in the circuit. Induced EMF lasts as long as the magnetic flux is changing. In second law നോക്കാം. Magnitude of induced EMF is directly proportional to rate of change of magnetic flux. അതായത് ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് അളവ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന്. അതായത് എപ്സിലോൺ ഇസ് ഈക്വൽ ടു d∅dt. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF, d∅dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് യൂണിറ്റ് സമയത്തിൽ ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ലെൻസസ് ലോ. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓപ്പോസിറ്റ് ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് EMF ഉണ്ടായിരിക്കുക. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മളെ ലെൻസസ് ലോ പ്രകാരം നമ്മളുടെ സെക്കൻഡ് ലോയിൽ ചെറിയൊരു മാറ്റം വരും. എപ്സിലോൺ ഇസ് ഈക്വൽ ടു -d∅dt. ആ മൈനസ് വാല്യൂ നെഗറ്റീവ് വാല്യൂവിന് കാരണം ഏതാണ്? ലെൻസസ് ലോ ആണ്. ഇറ്റ് ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ലെൻസസ് ലോ എന്ത് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? Phi. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിലൂടെ നോർമലായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ഇതേപോലെ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചിട്ടുണ്ട്. അവിടെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് പാസ് ചെയ്തിരുന്നത്. എന്താണ് മോഷണൽ EMF? ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഡ്യൂ ടു മോഷൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു EMF അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ EMFനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഷണൽ EMF. നമ്മളുടെ ഫിഗറിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, ആ ഇൻഡു മാർക്ക് ഇട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിൽ ഒരു EMF ഉണ്ടാവുന്നുണ്ട്. ആ EMFനെയാണ് നമ്മൾ മോഷണൽ EMF എന്ന് പറയുക. ഇവിടെ നമ്മൾ ലെൻസസ് ലോ പ്രകാരം നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു -d∅dt.
ഫൈ കണ്ടെത്താനുള്ള ഫോർമുല ബി ഇൻറ്റു എ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഫൈക്ക് പകരം ബി ഇൻറ്റു എ. അപ്പോൾ എപ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു ഡി എ ബൈ ഡി ടി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ഏരിയ പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, എൽ ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് എഴുതാം മൈനസ് ബി എൽ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇത് വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എപ്സിലോൺ ഇസ് ഈക്വൽ ടു ബി എൽ വി ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ മോഷണൽ ഇ എം എഫിൻ്റെ വാല്യൂ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ബി എൽ വി. ഇനി എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ബാക്ക് ഇ എം എഫ് ഇൻ എ സർക്യൂട്ട് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. ഒരു സർക്യൂട്ടിൽ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇ എം എഫ് ഉണ്ടാവുന്നുണ്ട്. ആ ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ഇ എം എഫ്. അതിൻ്റെ ആ പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ ഇവിടെ ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. ഓർ ഫൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എൽ ഇൻറ്റു ഐ. ഈ കോൺസ്റ്റന്റ് എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ്. അതിൻ്റെ SI യൂണിറ്റ് ഹെൻറി ആണ്. നമുക്കറിയാം എപ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി ആണ്. ഫൈക്ക് പകരം എൽ ഐ കൊടുക്കുക. എൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം, മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമ്മൾ ഡി ഐ ബൈ ഡി ടിയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, മൈനസ് എൽ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിനെ എല്ലിനെ ഡിഫൈൻ ചെയ്യാം. സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വെൻ ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1. ഡി ഐ ബൈ ഡി ടി അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 1 കൊടുക്കുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഫൈ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ടോട്ടൽ ബി എ എൻ ആണ്. ബി ഇൻറ്റു ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ആണ്. നമുക്കറിയാം ഫൈ ഈസ് ഈക്വൽ ടു എൽ ഐ ആണ്. അതുപോലെ തന്നെ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എൻ ഐ. ഈ രണ്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈക്ക് പകരം എൽ ഐ കൊടുത്തു, അതുപോലെ തന്നെ ബിക്ക് പകരം മ്യൂ 0 എൻ ഐ ഇൻറ്റു എ എൻ. രണ്ടൊന്നും ഐ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, എൽ ഈസ് ഈക്വൽസ് ടു മ്യൂ 0 എൻ എ എൻ. ഇതിൽ സ്മോൾ എൻ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. എനർജി ഓഫ് എൻ ഇൻഡക്ടർ. എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. എനർജി കണ്ടെത്താനുള്ള ഫോർമുല എനർജി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എപ്സിലോൺ ഇൻറ്റു ഐ ഡി ടി. എപ്സിലോണിന്റെ വാല്യൂ നമുക്കറിയാം, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ വാല്യൂ നമുക്കറിയാം, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. അപ്പോൾ ഇന്റഗ്രൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഐ ഡി ടി. ഡി ടി ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്കത് കിട്ടി എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എൽ ഐ ഡി ഐ. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ. ഇതാണ് എനർജി ഓഫ് എൻ ഇൻഡക്ടർ എന്നുള്ള ഫോർമുല. ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇ എം എഫ് ഇൻ എ സർക്യൂട്ട് when current passes through the neighboring circuit. ഒരു നൈബറിംഗ് സർക്യൂട്ടിലൂടെ, ഒരു തൊട്ടടുത്ത സർക്യൂട്ടിലെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു സർക്യൂട്ടിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവിടെ നമുക്ക് നേരത്തെ പോലെ ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. ഫൈ ഈസ് ഈക്വൽ ടു എം ഐ. ഈ എമ്മിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. SI യൂണിറ്റ് ഓഫ് എമ്മും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഹെൻറി തന്നെയാണ്. നേരത്തെ എല്ലിന്റെ SI യൂണിറ്റ് നമ്മൾ ഹെൻറി തന്നെയാണ് പറഞ്ഞത്. നമുക്കറിയാം എപ്സിലോൺ ഇസ് ഈക്വൽ ടു ലെൻസ് എസ്റോ പ്രകാരം മൈനസ് ഡി ഫൈ ബൈ ഡി ടി. ഫൈക്ക് പകരം നമ്മൾ എം ഐ കൊടുക്കുന്നു. അപ്പോൾ മൈനസ് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി കിട്ടി. ഇവിടെ ഡി ഐ ബൈ ഡി ടിയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ എപ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് എം. ഇതിൽ നിന്ന് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വെൻ ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1. ഡി ഐ ബൈ ഡി ടിയുടെ വാല്യൂ 1 ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എഡ്ഡി കറണ്ട് നോക്കാം. വെൻ എ മെറ്റൽ ബ്ലോക്ക് ഈസ് പ്ലേസ്ഡ് ഇൻ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ സെറ്റപ്പ് ഇൻ ക്ലോസ്ഡ് പാത്ത്. ഒരു മെറ്റൽ ബ്ലോക്കിനെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ മെറ്റൽ ബ്ലോക്കിൽ ക്ലോസ്ഡ് പാത്തിൽ കറണ്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ കറണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഡ്ഡി കറണ്ട്. ഡ്യൂ ടു എഡ്ഡി കറണ്ട്
ദർ ഈസ് വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. എഡ്ഡി കറണ്ട് മൂലം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റിന്റെ ഫോമിൽ വേസ്റ്റേജ് ഓഫ് എനർജി ഉണ്ടാവുന്നുണ്ട്. ടു റെഡ്യൂസ് ദിസ് ഇൻ ഡൈനാമോസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് വി ആർ യൂസിങ് ലാമിനേറ്റഡ് കോഴ്സ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനാമോയിലും ട്രാൻസ്ഫോമറിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലാമിനേറ്റഡ് കോറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷൻസ് ഓഫ് എഡ്ഡി കറൻസ്. ഒന്നാമത്തത് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്. ട്രെയിനിന്റെ മാഗ്നറ്റിക് ബ്രേക്കിങ്ങിൽ എഡ്ഡി കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ്ങിൽ നമ്മൾ എഡ്ഡി കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഫർണസിലും നമ്മൾ എഡ്ഡി കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. AC generator. ഇവിടെ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഒരു AC ജനറേറ്ററിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വെൻ കോയിൽ റൊട്ടേറ്റ്സ് ഫ്ലക്സ് ചേഞ്ചസ്. കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തിൽ ചേഞ്ച് സംഭവിക്കും, ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫിഗറാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് NS. അതിലൊരു കോയിൽ നമുക്ക് കാണാം. അതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ കോയിൽ 2 സ്ലിപ്പ് റിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് AC ജനറേറ്ററിന്റെ ഫിഗർ. ഇതിൽ ടോട്ടൽ ഫ്ലക്സിനെ നമുക്ക് NAB cos omega t എന്ന ഫോമുല ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. N എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ്, A ഏരിയ, ഒമേഗ അതിന്റെ ആംഗുലാർ വെലോസിറ്റി ആണ്, B മാഗ്നറ്റിക് ഫീൽഡ് ആണ്, T ടൈം ആണ്. നമുക്ക് ലെൻസസ് ലോ പ്രകാരം അറിയാം എപ്സിലോൺ ഇസ് ഈക്വൽ ടു -d∅dt. അതിപ്പോൾ ഫൈക്ക് പകരം വാല്യൂ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ വാല്യൂ ഇങ്ങനെയായിട്ട് മാറി, എപ്സിലോൺ ഇസ് ഈക്വൽ ടു -d/dt ഓഫ് NAB cos omega t. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എപ്സിലോൺ ഇസ് ഈക്വൽ ടു NAB ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. ഇതിൽ NAB ഒമേഗ എന്ന് പറയുന്നതിന് നമ്മളൊരു കോൺസ്റ്റന്റ് ആണ്, അതിനെ എപ്സിലോൺ 0 എന്ന് വിളിക്കാം. അതായത് മാക്സിമം അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 സൈൻ ഒമേഗ ടി. ഇങ്ങനെയാണ് ഒരു AC ജനറേറ്ററിന്റെ ഇൻഡ്യൂസ്ഡ് EMFനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എപ്സിലോൺ അല്ലെങ്കിൽ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 സൈൻ ഒമേഗ ടി. ഇനി ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, V ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇതിൽ V0 എന്ന് പറഞ്ഞാൽ പീക്ക് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ഇനി ഇൻ ടേംസ് ഓഫ് കറണ്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, I ഇസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഇതിൽ I0 പീക്ക് വാല്യൂ ആണ്. ഇനി ACയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ACയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതിൽ X ആക്സിസിൽ ടൈമാണ്, Y ആക്സിസിൽ ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഗ്രാഫ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.